ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏത്? ഇവിടെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായവ ഏതെന്നാണ് ചോദ്യം. ഇതിൽ ഒന്നാമത്തെ തെറ്റാണ്. 2ഉം 3ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. അതായത് പാർലമെൻറ്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 3 പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുകയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? നമുക്കിവിടെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ചോദിക്കുന്നത്. ബന്ധമില്ലാത്ത പ്രസ്താവന രണ്ടാമത്തെയാണ്. അതായത് തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു എന്നതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി, കേരള ട്രൈബൽ പ്ലസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? നമുക്കിവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. അതായത് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ, അതായത് അടുത്തടുത്ത് സ്ഥിതി ചെയ്താൽ, അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞ വിസ്തൃതിയിലേക്ക് എന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഉത്തരം മലനാട് വലുതാണ്, ഇടനാട് വലുതാണ്, തീരപ്രദേശം. അതായത് ഏറ്റവും വിസ്തൃതി കൂടിയത് മലനാട്, തൊട്ട് വിസ്തൃതി കുറഞ്ഞത് ഇടനാട്, ഏറ്റവും വിസ്തൃതി കുറഞ്ഞത് തീരപ്രദേശം.